ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഫൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം ട്യൂണ ചങ്ക്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ട്യൂണ തോരൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഓൾറെഡി ചേർത്തേക്കുന്നതാണ് അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, സോൾട്ട്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കണ്ട, നോക്കിയിട്ട് നമുക്ക് ഇത് പൊളിച്ച് ഇതിനകത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് മൊത്തം വെള്ളമാണ്, ഈ വെള്ളം ഞാൻ കളയാണ്. അപ്പതേ നമ്മൾ ആ രണ്ട് പാത്രത്തിൽ നിന്ന് എടുത്ത മീനാണ് കാണുന്നത്. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് അധികം നേരമൊന്നും അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കേണ്ടി വരില്ല. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് രണ്ട് സവാളയും കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചത് വേണേ. ഇനി നമുക്ക് ഉണ്ടാക്കലിലേക്ക് കിടക്കാം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആദ്യം കടുക് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വറ്റലമുളക് ചതച്ചത്, ഇനി നമ്മൾ വെളുത്തുള്ളി, നമ്മുടെ സവാള ഒന്ന് വഴന്നിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ സവാള ഒന്ന് വഴന്നിട്ടുണ്ട് ജസ്റ്റ്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ സവാള വഴന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി. എരിവുള്ളതാണ്, നല്ല എരിവാണ്, അതുകൊണ്ട് അത് ഞാൻ ചേർക്കുന്നില്ല. പൊടിക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇളക്കി കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടോ ട്യൂണ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. ഞാൻ കഴിച്ചിട്ടുമില്ല. ട്യൂണ സാൻഡ്വിച്ച് ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ ട്യൂണ മേടിക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മുളകൊക്കെ ചേർത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ട്യൂണ നമുക്ക് ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. ട്യൂണ ചേർക്കുന്ന എല്ലാം കൂടി ഇളക്കി കൊടുക്കാം നമുക്ക്. ഞാൻ വെറുതെ പരീക്ഷിച്ച് നോക്കുന്നതാണ്, എനിക്ക് അറിയില്ല. എന്താവും എന്നറിയാൻ പാടില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോണേ. കുരുമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മറ്റേ ബീഫൊക്കെ ഉണ്ടാക്കി വേവിച്ചിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ ഇരിക്കുന്നു കണ്ടിട്ട്. ഇനി നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. നമ്മൾ ഉപ്പ് ഒട്ടും നമ്മൾ ചേർത്തിട്ടില്ല, കാരണം അതിനകത്ത് ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്താണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്രൈ പോലത്തെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കാം.
സത്യം പറഞ്ഞാൽ ട്യൂണയോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാനേ ഇഷ്ടമല്ല അതാണ്. കഴിച്ച് നോക്കണമെന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ പരീക്ഷയാണ് ട്യൂണ. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കാരണം എന്ത് ഞാൻ ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യും എൻ്റെ വീട്ടുകാർ. അതായത് നാട്ടിൽ വെച്ചാണെങ്കിലും ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ആ സാധനം ഉണ്ടാക്കി നോക്കണം, എനിക്ക് അതൊക്കെ മേടിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മേടിച്ചു തരാം. പരീക്ഷ നീ കളയാനല്ലേ എന്നൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നോട്. ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. നീ അത് കുറേ നാളായാലും ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാത്ത അങ്ങനെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവാണ് എൻ്റെ വീട്ടുകാർ. ചേട്ടനെ പിന്നെ പറയണ്ടല്ലോ, ചേട്ടനും നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ്. ചേട്ടനും ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി പരീക്ഷിച്ച് കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനം ആയിട്ടുണ്ട്. കേട്ടോ, ചോറിൻ്റെ ഒക്കെ കൂടെ നന്നായിരിക്കും കേട്ടോ സാധനം കഴിക്കാൻ. നമ്മുടെ ട്യൂണ ഉണ്ടോ, ട്യൂണ ഡ്രൈ ഫ്രൈ. അപ്പോൾ അതെ നമ്മുടെ ട്യൂണ ആയിരിക്കും. നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതാക്കി വെച്ചേക്കണ ഇതൊക്കെ തോരൻ പോലെ ആക്കിയേക്കണ പോലെയൊക്കെ ഉണ്ടിട്ട് കണ്ടിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.